ഓ അടിപൊളി. അപ്പോൾ ദേ ഇന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ലിലേക്ക് പോവാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3500-ലധികം അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഏകശിലയാണ് ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത്. അപ്പം ദേ ഇത് നമ്മൾ ബേസിൽ വന്നു. അവിടെ നമ്മൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എല്ലാം പാർക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം അവിടെ ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ചെറിയ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. വെള്ളവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങാനും ലൈറ്റ് സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എൻട്രി വരുന്നത് 8 AM to 6 PM ആണ്. എൻട്രി ഫീ വരുന്നത് 20 റുപ്പീസാണ്. സീനിയർ സിറ്റിസൺസിന് 10 രൂപയും. അപ്പം നമുക്ക് ജീപ്പും ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ബേസിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഒന്നെങ്കിൽ ജീപ്പിൽ പോകണം, അതല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് ഒരു 4:30 ആയി. അപ്പം നമുക്ക് അധികം ടൈം കവർ ചെയ്യാൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീപ്പാണ് എടുത്തത്. ജീപ്പും നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല റോഡായതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫ് റോഡ് കൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ് അല്ല, എന്നാലും നല്ല വളവും അതുപോലെ തന്നെ പുറമേ ഉള്ള ആ ഒരു ഭംഗിയും എല്ലാമായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകണം. അപ്പം ജാൻജു അന്നേരം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു പമ്പരമൊക്കെ നടക്കാനാ ഇത് കണ്ടിട്ട്. പോകുന്നതിനിടയിലെല്ലാം നമുക്ക് ഓരോ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് കവർ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്ര മനോഹരമാണ് നമുക്ക് ചുറ്റും. ഇത്ര സ്റ്റെപ്പ് ഞങ്ങൾ കയറണം ഗൈസ്. ആ ഒരു നടപ്പാത ഇപ്പം കുറച്ചും കൂടെ അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടെ കംഫർട്ടബിളായ രീതിയിലാണ്. കൈവരികളിലും നടപ്പാതകളും എല്ലാം അവിടെ തന്നെ അവർ ഒരുക്കി. ചെറുത്. അപ്പം ഇങ്ങനെ ഓരോ വ്യൂ പോയിൻറ്റ്സും ഇടയ്ക്കെല്ലാം ഉണ്ട്. അപ്പം നമുക്കവിടെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നല്ല അടിപൊളി കാറ്റാണ്. ഓ മൈ ഗോഡ്, ആ ഒരു ടൈമിൽ നമ്മളവിടെ നിൽക്കണം. ശരിക്കും നല്ലതാണ്. അതുപോലെ തന്നെ കുറേ ഡേഞ്ചർ ഏരിയാസൊക്കെ അവരവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ അവിടെ നിൽക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നടപ്പാതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിരപ്പല്ലാത്ത രീതിയിലാണ്. പാറ മുകളിലോട്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. ജാനും നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുട് വെയർ ആയിരിക്കണം നമ്മൾ ഇട്ടേക്കുന്നത്. മഴയൊക്കെ ഉള്ള സമയമാകുമ്പം കുറച്ച് തെന്നാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ അത് മാത്രം അപ്പോൾ അതേ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി വ്യൂ ആണ്. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടാണ്. നിങ്ങളെല്ലാവരും പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള പോയിന്റിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് വന്നത്. അപ്പം അതുകൊണ്ട് കുറേയും കൂടെ തിരക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തു. കുറച്ച് ടൈമൊക്കെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നേ പോയി. എന്നാലും നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ബാക്കിലുള്ളതാണ് ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത്. ഏകശിലയാണ്. അതുപോലെ തന്നെ ഈ പാറയുടെ പകുതി അടർന്ന് വീണിട്ട് മറ്റു പകുതിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിവിശിഷ്ടമായ നീലക്കൊടുവേലി ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പുറത്തെ മല മഴ ഇവിടെ വരണം. അത് എങ്ങോട്ട് കാറ് ജാൻജുവിനെ ഒട്ടിച്ചൂടാ ആദ്യം. അയ്യോ മഴ. ഈ ഒരു മഴ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അത്രയും നേരം മഴ പെയ്തില്ല. എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം വന്ന മഴയാണ് ഈ റെയിൻകോട്ട് ഇടാൻ വേണ്ടി. ഓ അടിപൊളി. See guys, seriously you guys have to come here. Oh my god.
ചേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുക്കുവാണ്. കോട വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കല്ലിന്. കോട ഒരു സൈഡിൽ, മര സൈഡിൽ കോടയില്ല. അതുപോലെ തന്നെ ഒരു ലൈറ്റ് മഴയും കൂടെ വരുമ്പോഴത്തേനും നമ്മുടെ ഡേ അങ്ങ് കംപ്ലീറ്റ് ആക്കും. അപ്പം ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ടിട്ടാണ്. പക്ഷേ ഒരു ലൈറ്റ് മഴയും കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒരു ഭംഗിയാക്കും എന്നാണ് എനിക്ക് തോന്നിയത്. Guys, it's a must visit place, guys. It's so beautiful. ഓരോ മിനിറ്റിലും climate is changing. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അതിലിനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല്. ഇതുപോലുള്ള കുറേ ഡിഫിക്കൽട്ട് വഴികളിലൂടെയാണ് നമ്മൾ അപ്പോൾ ഇതിനെല്ലാം കൈവരികളുണ്ട്. അപ്പോൾ കൈവരികളൊക്കെ പിടിച്ചിട്ട് വേണം. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ 6 മണി വരെ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജീപ്പ് ഇനി തിരിച്ച് വരും, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീപ്പ് തിരിച്ച് വരുന്നതായിരിക്കും. അപ്പം എന്താണ്, നല്ല അടിപൊളി ഒരു ഡെസ്റ്റിനേഷനാണ്. നമുക്ക് എറണാകുളത്തു നിന്നാണ് ഒരു 2.5 hours ആണ്. 89 kilometers ആണ് ഇൻ ടോട്ടൽ. മൂവാറ്റുപുഴ തൊടുപുഴ വഴിയാണ് ബൈ കാറ്. എനിക്കൊന്ന് ബൈക്ക് അതിലേ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരു ക്ലൈമറ്റ് ചേഞ്ചും എല്ലാമായിട്ട് നല്ല അടിപൊളി ഒരു ഫീലും എക്സ്പീരിയൻസും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ താഴെ വന്ന് സന്ദർശകർ ഏകദേശം ഒരു 1.5 kilometer നമ്മൾ ജീപ്പ് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് വേണ്ടി എടുക്കുക. ഈ കൊടൈക്കനാൽ തൂൺപാറകൾക്ക് സമാനമാണ് ഇവിടുത്തെ ഈ പാറ എന്നാണ് പറയുന്നത്. അപ്പം ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്താ പറയുന്നത്, നമുക്ക് ഇവിടെ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു അടിപൊളി ഒരു ക്ലൈമറ്റും ഫീലും എല്ലാമായിട്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുവാണ്. അപ്പോൾ ഇതേ നമ്മളെ കാത്ത് ഇവിടെ നമ്മുടെ ഐസ്ക്രീം ചേട്ടനും ഉണ്ട്. പല വെറൈറ്റീസ് നമ്മൾ കണ്ടു ഐസ്ക്രീംസ്. പോയി തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലിക്കൽ കല്ല് വന്നു. നല്ല തണുപ്പത്ത് കഴിക്കണം ഗൈസ്. ബ്ലൂബെറി ഐസ്ക്രീം. രാജു എങ്ങനെയുണ്ട്? ആ ഇതെന്തോ കാന്താരി മിക്സ്. അല്ല, ഇത് ബ്ലൂബെറി പോളൊന്നും നമ്മൾ ആദ്യം എടുത്ത ആ ഒരു 59 രൂപയുടെ ടിക്കറ്റ്, എൻട്രി ഫീസ് പ്ലസ് 39 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ജീപ്പ് ചാർജാണ്. അത് 2 സൈഡിലോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അവർ നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. 6 മണിയാകുമ്പോഴത്തേനും നമ്മുടെ ഓഫീസ് ക്ലോസ് ചെയ്യും. സോ അതിന് മുന്നേ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കോട്ടയവും അല്ലെങ്കിൽ വൈക്കമാണ്. 55 kilometer കേട്ടോ. അതും കൂടെ നമ്മൾ ഓർത്തിട്ട് നമ്മുടെ കുട്ടിമണി ഇങ്ങോട്ട് നോക്കുക. ഇവിടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഗായ്സ്.